ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട് എന്ന്. വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുക, ഒരു കൃത്യമായൊരു പ്ലാൻ വേണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീടിൻ്റെ ഒരു പ്ലാൻ, സിറ്റ് ഔട്ട്, ബെഡ്റൂം, ടോയ്ലറ്റ്, കിച്ചൺ, അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പ്ലാൻ. പിന്നെ നമുക്കതിന് കൃത്യമായ ഡിസൈൻ, ഇപ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ 3D ഡിസൈൻ ചെയ്ത എക്സ്റ്റീരിയർ നമ്മൾ ചെയ്ത് വീടിന് നല്ലൊരു ഭംഗിയുള്ളൊരു രൂപരേഖ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ഇതിനെല്ലാം മുന്നേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട് വെക്കാനുള്ള സ്ഥലം. നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ കുടുംബപരമായി നമുക്ക് തലമുറ മാറ്റം അങ്ങനെ വന്ന് കിട്ടുന്ന നമ്മൾ മേടിക്കുന്ന സ്ഥലങ്ങൾ, മറ്റൊരു വ്യക്തിയിൽ നിന്ന് മേടിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ വീട് പണിയുമായിട്ടോ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വിവരങ്ങളായിരിക്കും നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സ്ഥലം മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ബിൽഡിങ്ങോ വീടോ എന്തോ ആയിക്കോട്ടെ, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു മനുഷ്യന് ജീവിക്കാൻ ഇന്നിപ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളം വേണം, കറണ്ട് വേണം. കറണ്ട് പറയുന്നത് എല്ലാ ഉപകരണങ്ങളും നമ്മുടേതായിട്ടുള്ള മൊബൈൽ അങ്ങനെ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കാൻ കറണ്ട് വേണം. പിന്നെ വേണ്ടത് അവിടേക്ക് ഒരു വഴി. ഒന്നാമത്തെ കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങനെ ചേർക്കാം: വെള്ളം, കറണ്ട്, വഴി. വെള്ളം എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിണർ കുത്തിയാൽ, ഓപ്പൺ വെല്ല് കുത്തിയാൽ വെള്ളം കിട്ടുമോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം. അപ്പോൾ അവിടെ പാറയാണോ, അത് നമുക്ക് തൊട്ടടുത്ത് നമ്മൾ സ്ഥലം മേടിക്കാൻ ചെന്നാൽ തന്നെ ബ്രോക്കർ ആണെങ്കിൽ ബ്രോക്കറോട് ചോദിച്ച് അവർ പറഞ്ഞില്ലെങ്കിലും നമുക്ക് തൊട്ടടുത്ത് അവിടെ വാസയോഗ്യമായ പ്രദേശമാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവരെങ്ങനെ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേനൽക്കാലം ഒരുപാട് നമ്മുടെ രൂക്ഷമാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവിടെ വെള്ളം കിട്ടാറുണ്ടോ, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോയി നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവിടെ വെള്ളം വറ്റുന്നുണ്ടോ, ആ കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ പറയും. അല്ലെങ്കിൽ 1-2 വീട്ടിൽ കയറി നോക്കുക. കാരണം നമ്മൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിപ്പോകരുത്. വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെ സോൾവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വെള്ളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് വഴിയുള്ള വെള്ളം പൈപ്പ് ലൈന് ലഭിക്കുന്നുണ്ടോ, നമുക്ക് സോൾവ് ചെയ്യുന്നല്ലോ. വെള്ളം കിട്ടില്ലാത്തൊരു വിഷയം അല്ലെങ്കിൽ ബോർവെൽ ഉപയോഗിച്ചാൽ കിട്ടുന്നുണ്ടോ, നമുക്ക് അടുത്ത പ്രദേശങ്ങൾ അടുത്ത വീട്ടിൽ ചോദിച്ചാൽ കിട്ടാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പൈപ്പ് ലൈൻ, ഏതെങ്കിലും വഴിയുള്ള പൈപ്പ് ലൈൻ വഴി വെള്ളം നമുക്ക് കിട്ടുമോ, അത് അന്വേഷിക്കുക. പിന്നെ കറണ്ടിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മുടെ തൊട്ടടുത്ത വീടിൻ്റെ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് വരെ കറണ്ട് പോസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ടോ. പോസ്റ്റ് വന്ന് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 പോസ്റ്റ് ഇടണമെങ്കിൽ തന്നെ ഏകദേശം 15,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ഇപ്പോൾ ചിലവ് മേടിക്കുക. നമുക്ക് പോസ്റ്റ് ഇല്ലെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പോസ്റ്റ് വീടിൻ്റെ സ്ഥലത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമില്ല. നമുക്ക് എടുക്കുന്നതിനുള്ള കുറച്ച് ചിലവാണ്. ഒരു 10,000, 7,000, 8,000 രൂപയുടെ ഉള്ളിലുള്ള ചിലവേ വരുള്ളൂ. അല്ലെങ്കിൽ ഈ 8,000 രൂപയുടെ അഡീഷണൽ ആയിട്ട് നമ്മൾ 2 പോസ്റ്റ് ഇടേണ്ട ചിലവ് കൂടി നമുക്ക് വരും. നമ്മുടെ വീടിൻ്റെ അടുത്തേക്കോ വീടിൻ്റെ ഉള്ളിലേക്കോ, അതായത് സ്ഥലം കുറച്ച് ഡിസ്റ്റൻസിൽ മെയിൻ റോഡിൽ നിന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും വഴി വരെ നമ്മൾ നമ്മുടെ ചിലവിൽ പോസ്റ്റ് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ഒരു ചിലവ് കറണ്ടിൽ വരും. പിന്നെ നമ്മൾ കറണ്ട് കൊണ്ടുള്ളൊരു ദോഷം എന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിലൂടെ, അത് വലിയ ടവർ ലൈനുകളൊക്കെ വെച്ചാൽ നമുക്കത് തീരെ പറ്റില്ല. 2ാമത്തെ നിലയൊന്നും പണിയാനേ പറ്റില്ല. അങ്ങനെ ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വീടുകൾ അവർക്ക് 2ാം നില പണിയാൻ പറ്റില്ല. പേരപ്പറ്റ് പോലും ചിലപ്പോൾ ഉദ്യോഗസ്ഥർ സമ്മതിക്കാറില്ല. നമ്മുടെ ഒറ്റ നില പണിത് അതിൻ്റെ മുകളിൽ പേരപ്പറ്റ് സമ്മതിക്കാറില്ല. അപ്പോൾ അതൊരു കറണ്ട് കൊണ്ടുള്ളൊരു ദോഷം വശമാണ്. അത് ഇലക്ട്രിക് ലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഡിസ്റ്റൻസ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്ന ആ കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് 2.5 മീറ്റർ ഹൈറ്റും 1.5 മീറ്റർ ഡിസ്റ്റൻസും നമ്മൾ വിടണം. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമാണ്, നമുക്ക് കറണ്ട് കൊണ്ടുള്ള ഒരു ദോഷമാണ്. അപ്പോൾ അത് എന്തായാലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ തൊട്ടടുത്ത സൈഡിൽ കൂടെ 2ാം നില പണിയുമ്പോൾ, ചിലപ്പോൾ ഒരു നില പണിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, 2ാമത്തെ നില പണിയുമ്പോൾ അതിൽ വന്ന് തട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോക്കാനുള്ളത് 3ാമത്തെ കാര്യമാണ് വഴിയാണ് ഒരു പ്രധാന പ്രശ്നം. വഴി നമ്മൾ മേടിക്കാൻ പോകുമ്പോഴൊന്നും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ തൊട്ടടുത്ത ആൾക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരാൾ നടന്നു പോയാൽ പോരല്ലോ. ഇന്നത്തെ കാലത്ത് ഒരു വണ്ടി അവിടെ എത്തണം. വണ്ടി ടിപ്പർ എത്തിയിട്ട് വേണം മണൽ, സിമെൻറ്റ്, മെറ്റൽ അങ്ങനെയുള്ള വീട് പണി തുടങ്ങുമ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ അവിടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടിപ്പർ മിനിമം ഒരു 3 മീറ്റർ, നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു 10 അടി വീതി വഴി നമുക്ക് അവിടേക്ക് ഉണ്ടായിരിക്കണം. JCB വീട് പണി തുടങ്ങുമ്പോഴുള്ള കാര്യങ്ങൾ തന്നെ 10 അടി വീതിയിലുള്ള
വഴി അങ്ങോട്ട് എത്തിയിരിക്കണം. 10 അടി വീതി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ പോസ്റ്റോ അല്ലെങ്കിൽ 1-2 പോസ്റ്റോ കരിങ്കല്ലിലെ മതിലോ ഏതെങ്കിലും ഒരു കൃത്യമായ ബൗണ്ടറി വാളോട് കൂടിയിട്ടുള്ള വഴി നമുക്ക് അവിടെ കിട്ടിയിരിക്കണം. അതാണ് നമ്മൾ ഒന്നാമത്തെ കേസിൽ ഈ 3 അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത് ഗ്രൗണ്ട് ലെവൽ ശ്രദ്ധിക്കണം. ഗ്രൗണ്ട് ലെവൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ നമ്മുടെ വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു തട്ട് താണാതിരിക്കേണ്ടത് നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ഥലം കുറച്ച് പൊങ്ങിയിട്ടാണ് മണ്ണിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ വാട്ടർ ലെവൽ അനുസരിച്ചിട്ട് ഈ പൊങ്ങിയിരിക്കുന്ന വാട്ടർ ലെവലിരിക്കുന്ന മണ്ണിൻ്റെ അതേ സ്ഥാനത്തേക്ക് നമ്മുടെ വീടിൻ്റെ ചുമരുകളിലേക്കും ഭിത്തിയിലേക്കൊക്കെ വെള്ളം വാട്ടർ ലെവൽ അനുസരിച്ചിട്ട് കയറും. അപ്പോൾ കയറുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ പ്ലാസ്റ്ററിങ്, തേപ്പ്, സിമെൻറ്റ്, പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ്, അതിലേക്കൊക്കെ വെള്ളം ഈർപ്പെടുത്തിട്ട് മേലെ തട്ടിലുള്ള മണ്ണിൻ്റെ ലെവലായിരിക്കും വെള്ളം നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ മേലെ തട്ടിൽ പറഞ്ഞാൽ നമ്മുടെ തട്ട് താണായിരിക്കുന്നെങ്കിൽ കൂടി ചുമരിലേക്ക് വെള്ളം എടുത്തിട്ട് പൂപ്പിൽ കെട്ടാൻ സാധ്യത, നമ്മുടെ വീടിൻ്റെ ഭംഗി തന്നെ അത് ബാധിക്കും. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് എക്സ്പെൻസ് അതിൽ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയാണ് ഗ്രൗണ്ട് ലെവലിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അത് റോഡ് പണി നടക്കുകയെന്നുണ്ടെങ്കിൽ, റോഡ് പണി ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡ് ലെവൽ പൊക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് വീണ്ടും താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റോഡ് പണി നടക്കുമ്പോൾ റോഡ് റീടാറാണ് ചെയ്യുക. ഒരിക്കലും ഒരുപാട് മണ്ണ് കുത്തി പൊളിച്ചതിന് ശേഷം വീണ്ടും ടാർ ചെയ്യില്ലല്ലോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മുടെ വീണ്ടും താഴത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ അതിൻ്റെ വ്യൂവിനെയും വീടിൻ്റെ ലുക്കിനെയും നമ്മുടെ കയറി പോകുമ്പോൾ ഓരോ കയറ്റത്തിനൊക്കെ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഇതിൽ മൂന്നാമത്തെ കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മണ്ണിൻ്റെ സ്വഭാവം. മണ്ണിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഈർപ്പം കെട്ടി കിടക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്ടർ ലെവൽ അനുസരിച്ച് നമ്മുടെ ടോട്ടൽ സ്ട്രക്ചറിനെ ബാധിക്കും, നമ്മുടെ ഫൗണ്ടേഷനെ ബാധിക്കും, ഭിത്തിയിലെ ബാധിക്കും, മേലേക്ക് മണ്ണ് വെള്ളം കയറി ചെന്ന് നമ്മുടെ ടോട്ടലി ഒരു ഭംഗിയിലെ തന്നെ ബാധിച്ച് പൂപ്പലും പായലെല്ലാം കെട്ടിയിട്ട് വീടിൻ്റെ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം മണ്ണിൻ്റെ ഈർപ്പം. മണ്ണ് ബലമില്ലാത്ത മണ്ണായി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് പറയുന്നത്. അതാണ് മണ്ണിൻ്റെ സ്വഭാവം. ഇനി മണ്ണിൻ്റെ സ്വഭാവം വളരെ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും ചിലവ് കുറച്ച രീതിയിൽ ഫൗണ്ടേഷൻ അടിത്തറ നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ കരിങ്കല്ല് ഫൗണ്ടേഷൻ ആവും നമ്മൾ ഉണ്ടാക്കുക. കരിങ്കല്ല് ഫൗണ്ടേഷൻ വെച്ച് ചെയ്യാമെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചിലവ് കുറവാണ്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് വൈസ് നമുക്ക് കൊണ്ടുവരുമ്പോൾ വളരെ ചിലവ് കുറവായിരിക്കും. പക്ഷേ നമ്മുടെ മണ്ണ് സോയില് വളരെ മൃദുവായിട്ടുള്ള ബലം ഇല്ല എന്നുണ്ടെങ്കിൽ, എത്ര താഴ്ത്തിയിട്ടും ബലം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് RCC ഫൗണ്ടേഷൻ കൊണ്ടുവരേണ്ടി വരും. ഇനി RCC ഫൗണ്ടേഷനിലും നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. റാഫ്റ്റ് ഫൗണ്ടേഷൻ അങ്ങനെ കൂടി പോകും. നമ്മൾ വലിയ ബിൽഡിങ്ങുകളെല്ലാം പണിയുമ്പോൾ ശ്രദ്ധയിൽ നമ്മുടെ പെട്ടുണ്ടാകും ഫൈലിംഗ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഒരുപാട് മേലേക്ക് പോയി അവിടെ വീട് പണിയാൻ പറ്റാത്തൊരു സാഹചര്യം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന് അവിടെ വീട് പണിയാൻ പറ്റില്ല. ഫൈലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരിക എന്നുണ്ടെങ്കിൽ അവിടെ പറ്റില്ല. ഫൈലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അപൂർവമായിട്ടേ സാധാരണക്കാരൊക്കെ ശ്രദ്ധയിൽ തന്നെ പെട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മണ്ണിൻ്റെ ആ ഒരു കാര്യം, മണ്ണിൻ്റെ ഫൗണ്ടേഷൻ ഏത് രീതിയിൽ ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മളൊരു എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ആർക്കിടെക്ടോ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആ ഒരു ലെവലൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. വീട് പണിയത് നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരാൾ പേരോട് സജഷൻ നമ്മൾ പറയാറുണ്ട്. ഇന്ന സ്ഥലം ഇന്ന പ്രശ്നം വരും, ഈ ഫൗണ്ടേഷനെ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അവരോട് തുറന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊരു ഐഡിയ വരും. എന്താണെന്ന് വെച്ചാൽ കരിങ്കല്ല് തറയുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ചിലപ്പോൾ ഒരു 25 ലക്ഷം 30 ലക്ഷം രൂപയാണ് വീട് പണിക്ക് മാറ്റി വെക്കേണ്ടി വരിക എന്നുണ്ടെങ്കിൽ കരിങ്കല്ല് തറ ചിലപ്പോൾ ഒരു 2-2.5 ലക്ഷം രൂപയിൽ നിൽക്കുമായിരിക്കും. പക്ഷേ ഈ കരിങ്കല്ല് തറ എന്നുള്ളത് നേരെ പില്ലർ RCC ഫൗണ്ടേഷനിലേക്ക് പോകുമ്പോൾ 5.5 ലക്ഷം രൂപയോളം നമുക്ക് RCC ഫൗണ്ടേഷൻ പണിക്ക് മാത്രം വരും. പിന്നെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് ഫില്ലിങ് വരും. ഈ RCC ഫൗണ്ടേഷൻ അത്രയും പോയിടത്തോളം നമ്മൾ മണ്ണ് ഫില്ലിങ് എന്ന് പറയുമ്പോൾ താഴത്തെ നിലയിൽ നിന്ന് റോഡ് ലെവലിലേക്കുള്ള മണ്ണ് ഫില്ലിങ് അത്രയും ഒരുപാട് അധികം വരും. റോഡ് ലെവലിലേക്ക് നമ്മൾ മണ്ണിട്ട് പൊക്കി കൊണ്ടുപോകുമ്പോൾ അത്രയും ലോഡ് മണ്ണ്, അത്രയും വണ്ടി മണ്ണ് നമ്മുടെ സ്ഥലത്തേക്ക് വരണം. അതിനെല്ലാം പൈസ കൊടുക്കണം. അപ്പോൾ ഒരു വണ്ടിക്ക് ചിലപ്പോൾ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് 1000 രൂപ മുതൽ 2000 രൂപ വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവിടെ ഒരു എക്സ്പെൻസ് അധികം ചിലവ് വന്നു. നമുക്ക് സ്ഥലം മേടിക്കുമ്പോൾ ചിലപ്പോൾ വളരെ വില കുറവായിട്ടാവും കിട്ടുക. സ്ഥലത്തിന് വളരെ വില കുറവാകും. ഇത്രയേ ഉള്ളൂ സ്ഥലത്തിന് വില കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി ആ സ്ഥലം മേടിക്കും. പക്ഷേ അവിടെ ഒരു വീട് പണിത് വരുമ്പോൾ ആ ലാഭം കിട്ടിയതിൻ്റെ ഇത്രയോ 3/4 ഇരട്ടിയോളം നമ്മൾ പൈസ അവിടെ അധികം ചിലവഴിക്കേണ്ടി വരികയാണ്. ചിലപ്പോൾ ഒരു 7 സെൻറ്റ് സ്ഥലം മേടിക്കുന്ന ആ വിലയ്ക്ക് ചിലപ്പോൾ നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടും. നേരെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് 7 സെൻറ്റ് ആണല്ലോ, അല്ലെങ്കിൽ മറ്റേ 10 സെൻറ്റ് സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വേറെ പോയിട്ട് 10 സെൻറ്റ് സ്ഥലം മേടിക്കും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മളവിടെ ഒരു 7 സെൻറ്റ് സ്ഥലം മേടിച്ച് ആ പൈസയ്ക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു വീട് കൂടി കെട്ടി വരുന്ന ആ പൈസ
എക്സ്ട്രാ ഇവിടെ ചിലവാകും. അതിൻ്റെ ഫൗണ്ടേഷൻ മുതലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് ആയാലും കരിങ്കല്ല് ഫൗണ്ടേഷൻ തീരുന്നതിൻ്റെ ഫൗണ്ടേഷൻ പണിത് വരുന്നതിന് മാത്രം ഒരു 5-6 ലക്ഷം രൂപയോളം ചിലവ് വരും. പിന്നെ അതിൽ മണ്ണ് ഫില്ലിങ്ങിന് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ ചിലവ്. പിന്നെ ഈ മണ്ണ് ഫില്ല് ചെയ്തത് നമ്മുടെ വീടിൻ്റെ പിറകുവശത്തും 2 സൈഡും നമ്മൾ ഈ മണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. ഫൗണ്ടേഷന് കീഴേ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ബേസ്മെന്റിന്റെ തൊട്ട് താഴെ വരെയല്ലേ നമ്മൾ മണ്ണിടുള്ളൂ, മുറ്റം ലെവലിൽ. ആ മുറ്റം ലെവലിൽ താഴെ നമ്മൾ ഇട്ട മണ്ണ് നമ്മളതിനെ സേഫ് ആക്കിയിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇളക്കം സംഭവിക്കും. അത് കരിങ്കല്ലാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് അവിടെ മുറ്റം ലെവൽ കിട്ടണമല്ലോ. ആ പിറകിലും സൈഡിലായിട്ടുള്ള ഇട്ട മണ്ണ് സംരക്ഷിച്ച് നിർത്താൻ വീണ്ടും ഒരു കോമ്പൗണ്ട് വാൾ നമ്മൾ പണിയണം. അത് RCCയിലാണെങ്കിലും കരിങ്കല്ല് പണിയാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരുപാട് ചിലവ്. അപ്പോൾ എത്ര ചിലവ് വന്നു, അഡീഷണൽ എത്ര ചിലവ് വന്നു എന്നുള്ള ആലോചിച്ച് നോക്കും. മണ്ണ് ഫില്ലിങ്ങിൻ്റെ ചിലവ്, കരിങ്കല്ല് മാറ്റിയിട്ട് പില്ലർ ഫൗണ്ടേഷൻ ചെയ്യുന്നതിൻ്റെ ചിലവ്, പിന്നെ ഈ കോമ്പൗണ്ട് വാൾ ചെയ്യുന്നതിൻ്റെ ചിലവ്. അങ്ങനെ പിന്നെ നമ്മൾ താഴേക്ക് ഒരുപാട് ഗർത്തം ആഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സേഫായിട്ട് കുട്ടികളോ മുതിർന്നവരാരും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു അഡീഷണൽ കോമ്പൗണ്ട് വാൾ. അപ്പോൾ അങ്ങനെയെല്ലാം അഡീഷണൽ ചിലവ് ഈ ഫൗണ്ടേഷനിൽ വരും. അപ്പോൾ ഫൗണ്ടേഷൻ ഏത് രീതിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സ്വപ്നമായിരിക്കുമ്പോൾ പ്രവാസികളാണെന്നുണ്ടെങ്കിലും ആരാണെന്നല്ലോ, പ്രവാസികളൊക്കെ പ്രത്യേകിച്ച് പ്രവാസികളെ പറയാൻ കാരണം അവർ സ്ഥലത്തുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, സ്ത്രീകൾ ആരെങ്കിലും ആയിരിക്കും പോയി നോക്കുക. നമ്മൾ മറ്റുള്ളവർ പറയുന്നൊരു കാര്യം കേട്ടിട്ട് സ്ഥലത്ത് വില കുറവാണ്, ഇത്രയേ ഉള്ളൂ വില, അവിടത്തേക്കാളും വില കുറവാണ് ഇവിടെ എന്ന് വെച്ച് സ്ഥലം മേടിച്ച് നമ്മൾ വീട് പണിയാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെടുക. അപ്പോൾ അത് ഒഴിവാക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിൽ വരുന്നത് നിയമമാണ്. നിയമത്തിൻ്റെ കുരുക്കിൽ പല സ്ഥലങ്ങളും കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. കാരണം അവർ തലമുറകളായിട്ട് കൈമാറ്റം പെട്ട സ്ഥലമാണെങ്കിൽ പോലും അവർ ഒരുപാട് ഇതിന് അവകാശികളായിട്ട് ഇവരെ അറിയാതെയോ അറിഞ്ഞിട്ടോ ഒഴിവാക്കപ്പെട്ട കുറച്ച് ആളുകളുണ്ടാവും. ചിലപ്പോൾ അത് കേസിൽ കിടക്കുന്നുണ്ടാവും. അത് ഈ ആധാരത്തിൽ കൃത്യമായി ചേർത്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, സ്ഥലം മേടിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള പോയിന്റുകളെല്ലാം നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷം ഇവരുടെ ആധാരം മേടിക്കുക. ആധാരം മേടിച്ച് നമ്മളൊരു വക്കീലില്ലേ, ഈ നമ്മുടെ ആധാരം എഴുതുക. ആധാരം നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ സഹായിക്കുന്ന ഒരു ഏജൻസി ഉണ്ടാവും. അതിൽ ആധാരത്തിൽ ആ വക്കീലിനെ കൊണ്ടുപോയി കാണിച്ച് അവരോട് ചോദിക്കുക, ഇതിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കുരുക്കുകളുണ്ടോ ചോദിച്ചാൽ അവർ ഒരുപാട് ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടും. ഈ വക്കീൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടും. അത് നമ്മൾ ഭൂമി വാങ്ങുന്ന നമ്മൾ ആരുടെ നിന്ന് മേടിക്കുന്നു അവർ നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ്. അവരത് തരണം. അതിൻ്റെ പട്ടയം, ആധാരം, ബാക്കിയുള്ള എല്ലാ ഓഫീസും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ രേഖകളും കൊടുക്കും. അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് വല്ല കുരുക്കുകളുണ്ടോ? നമ്മൾ ചിലപ്പോൾ ഈ സ്ഥലം ഓരോ ബാങ്കിലും ഓരോ നിയമങ്ങളാവും. എല്ലാ ബാങ്കിലും അതായത് വക്കീലന്മാരുണ്ട്. നിയമത്തിൻ്റെ കുരുക്കിൽ അങ്ങനെ അകപ്പെട്ട സ്ഥലമാണെന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പാക്കണം. അപ്പോൾ ചിലപ്പോൾ ചില ആധാരത്തിന് ഒറിജിനൽ ആധാരം, അതിന് ഡ്യൂപ്ലിക്കേറ്റ് ആധാരം, എന്താ വെച്ചാൽ കൈവശം വയ്ക്കുന്ന 2 ആളാണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആധാരം, അങ്ങനെയൊക്കെ പണ്ട് നമ്മൾ ആധാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം കൂടി നമ്മുടെ കൈവശം വരുന്ന രീതിക്ക് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം എന്ന് പറയുന്നത് ഒറിജിനൽ ആധാരം പോലെ തന്നെ അതിന് വിലയുള്ളൊരു സാധനമാണ് ഡ്യൂപ്ലിക്കേറ്റ് ആധാരം. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഒരു വക്കീലിനെ തന്നെ കണ്ട്, അതിൻ്റെ രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെടുന്ന ഒരു വക്കീലിനെ തന്നെ കണ്ട് ഇതിന് നിയമവശമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങുക. അതിപ്പോൾ 6 മാസം കഴിഞ്ഞതോ അവർ പണ്ടെടുത്ത് വെച്ചോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് എടുത്ത് വെച്ച് പൊസഷൻ സർട്ടിഫിക്കറ്റിന് 6 മാസത്തെ കാലാവധി ഒരു ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ളെങ്കിൽ കൂടി നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അതിൽ ഭൂമിയുടെ തരത്തിൽ സ്ഥിരപുഞ്ച, നിലം, അങ്ങനെ വെറ്റ്ലാൻഡ് ഇങ്ങനെയാണോ കിടക്കുന്നത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം വീട് വെക്കാൻ വാസയോഗ്യമല്ലാത്ത സ്ഥലം ആണ്. വെറ്റ്ലാൻഡ് പറയുമ്പോൾ നിലം പോലെയുള്ള പ്രദേശങ്ങൾ, നിലമല്ല ഈർപ്പം കൂടുതലുള്ള സ്ഥലം, കൃഷി ചെയ്തിരുന്ന പ്രദേശം, അങ്ങനെയൊക്കെയാണ്. പിന്നെ തണ്ണീർത്തട നിയമത്തിൽ വരുന്ന സ്ഥലമാണോ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്ഥിരപുഞ്ച, നിലം, വെറ്റ്ലാൻഡൊക്കെ ആണെങ്കിൽ തരം മാറ്റി കിട്ടാൻ നമ്മൾ കളക്ടറേറ്റ് അങ്ങനെ ഓഫീസുകളിൽ കയറി ഇറങ്ങി നമ്മുടെ സമയം പോവും, പൈസ പോവും, ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. നമ്മൾ വീട് എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ പെട്ടെന്ന് നടക്കുന്ന. അപ്പോൾ മേടിക്കുന്ന കൈവശ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ ഭൂമിയുടെ സ്വഭാവത്തിൽ സ്ഥിരപുഞ്ച, വെറ്റ്ലാൻഡ്, നിലം എന്നിവയാണെങ്കിൽ നമ്മളത് മേടിക്കാൻ നിൽക്കരുത്. നമുക്ക് ബുദ്ധിമുട്ടാണ്. സ്ഥലം മാറ്റി കിട്ടാനൊക്കെ ഒരുപാട് സമയം എടുക്കും, നിയമക്കുരുക്കുകളുണ്ട്. അത് മാക്സിമം അത് ഒഴിവാക്കുക. മേടിക്കുന്ന കൈവശ സർട്ടിഫിക്കറ്റിൽ ഡ്രൈ ലാൻഡ്, പറമ്പ്, പുരയിടം എന്നിവയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഏതാ നമുക്ക് നമ്മുടെ ഭൂമി നിൽക്കുന്ന ഏതിലാണ് പെടുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് സുഖമായിട്ട് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ച് കിട്ടും. അതാണ് നമ്മുടെ ഭൂമിയുടെ തരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
പിന്നെ നമുക്ക് അഞ്ചാമത് വരുന്ന ഒരു കാര്യം, നമ്മുടെ കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചിട്ടാണ്. നമുക്ക് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും വാസ്തു അനുസരിച്ചിട്ടാണ്. കാരണം ഒരുപാട് പേര് വിശ്വാസം ഇല്ല അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു വീടാകുമ്പോൾ നമ്മുടെ സ്വന്തം ഒരു, കാരണം നമ്മുടെ കുടുംബം അങ്ങനെ ജീവിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ വാസ്തു എല്ലാവരും നോക്കിയിട്ടാണ് ഇന്ന് ഭൂരിഭാഗം 95% ആൾക്കാരും വീട് വയ്ക്കുന്നത്. അപ്പോൾ വാസ്തുവായിട്ട് പ്രശ്നമുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. വാസ്തു ആകുമ്പോൾ നമുക്ക് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് ഇതാണ് നമുക്ക് വീടിൻ്റെ മുൻവശം വരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 3 ഭാഗങ്ങൾ. അപ്പോൾ തെക്കോട്ട് മുഖം വരുമോ എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. തെക്കോട്ട് വരുമ്പോൾ അത് വാസ്തു അനുസരിച്ചിട്ട് നമുക്കൊരു യോഗ്യമല്ല. പിന്നെ നമ്മുടെ കന്നിമൂലയിൽ കുഴി, അങ്ങനെ കന്നിമൂലയിൽ കട്ടിങ് വരുന്നുണ്ടോ, സ്ഥലം കന്നിമൂല ഭാഗത്താണ് കട്ടിങ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ടെക്നിക്കലി സയൻറ്റിഫിക്കലി കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം മേടിച്ച് വീട് പണിത് നമുക്ക് എന്തെങ്കിലും അപകടം അങ്ങനെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സാമ്പത്തികമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഫ്രണ്ട്സിലോ ആരെങ്കിലും വന്ന് ഇതിങ്ങനെയാണോ, കന്നിമൂലയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മുടെ മുൻവശം ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, അങ്ങനെ പറഞ്ഞ് പിന്നീട് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാസ്തു അനുസരിച്ചുള്ള ഒരു സ്ഥലം കൂടി നമ്മൾ മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് പൈസയുടെ ഒരു മൂല്യം നോക്കി മാത്രം സ്ഥലം സെലക്ട് ചെയ്യാതെ ഇത്തരം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിച്ച്, ഇത് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പക്ഷേ പ്രധാനമായിട്ടുള്ള ഒരു 5 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. നമ്മളത് മാക്സിമം ശ്രദ്ധിക്കുക. സ്ഥലം വാങ്ങുമ്പോൾ, വീട് വെക്കുന്നതിന് മുന്നേ, പ്ലാൻ ഡിസൈനിന് മുന്നേ എല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ്. ഇത് നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സ്ഥലം മേടിക്കുമ്പോൾ എല്ലാവരും ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, ഓർമ്മ വയ്ക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഫ്രണ്ട്സിനോ ആരാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. തുടർന്നും ഇത്തരം വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.